വലിയ പാറക്കെട്ടുകൾ 8 കിലോമീറ്ററോളം ഒഴുകി നീങ്ങി എന്നുള്ളതാണ് ISRO റിപ്പോർട്ടിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആഘാതമുണ്ടാക്കി ആ പാറക്കെട്ടുകൾ പിന്നീട് ഒഴുകി താഴേക്ക് വന്ന് അത് ചിന്നിച്ചിതറി പല മേഖലകളിലായി തെറിച്ചു വീണ് പല വീടുകൾക്ക് മുകളിൽ പതിച്ച് അതങ്ങനെ ഒഴുകി സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴേക്കൊക്കെ ആളുകളെയും കൊണ്ട് ഒഴുകി താഴെ ചാലിയാറിലേക്ക് പോയ അതിൻ്റെ ദൃശ്യങ്ങൾ അല്ല അതിൻ്റെ വസ്തുതയാണ് ചാലിയാറിൽ നിന്ന് കണ്ടെന്ന കൂടുതൽ മൃതദേഹങ്ങൾ ഇപ്പോൾ അറിയുന്നത്. ഈ ദിവസം ആ ദുരന്തഭൂമിയുടെ കൂടുതൽ ദൃശ്യങ്ങൾ കരളലിയിപ്പിക്കുന്ന നമ്മളെ തളർത്തിക്കളയുന്ന ഒരു മേഖല ഏത് രീതിയിൽ ഇല്ലാതായി പോകുന്നു തെളിയിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് വരികയാണ്. ഇതൊരു അവസാനമില്ല ഈ ദൃശ്യങ്ങൾക്ക് എന്ന് തോന്നിക്കുന്ന തരത്തിൽ അത്രത്തോളം വിശാലമായ ഒരു മേഖലയാണ്. വിജയകുമാർ കൂടി ചേരുന്നുണ്ട്. വിജയകുമാർ, ഞാൻ മനസ്സിലാക്കുന്ന വിജയകുമാർ നിൽക്കുന്നത് ഇതിൻ്റെ പ്രഭവ കേന്ദ്രത്തിലാണ്. തൊട്ട് താഴ്ഭാഗത്തായി വന്നിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ ഉരുൾ കടന്നുപോയ വഴിയാണിത്. ഇത് ദൂരേക്ക് കാണുന്നതാണ് ആ വഴി. ഏതാണ്ട് പുഞ്ചിരിമട്ടിൽ നിന്ന് ഏതാണ്ട് 8 കിലോമീറ്റർ താഴേക്ക് ആഴത്തിൽ പതിച്ച ആ ഉരുളിന്റെ ഏറ്റവും അത് കടന്നു വന്ന വഴിയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതിന്റെ ഒരു ഭാഗത്ത് മുണ്ടക്കൈയാണ്, അതിന്റെ ഏറ്റവും മുകളിലാണ് പുഞ്ചിരിമട്ടം. അവിടെയാണ് ഇപ്പോൾ ആ ഭാഗത്താണ് അത് കടന്നു വന്ന വഴിയിലാണ് ഇപ്പോൾ NDRFന്റെയും അതുപോലെ വിവിധ ഏജൻസികളുടെയും ഒക്കെ പ്രവർത്തകരുടെയും ഫോഴ്സിന്റെയും ഒക്കെ തെരച്ചിൽ നടക്കുന്നത്. മുഴുവൻ പാറക്കെട്ടുകളും കല്ലും വന്നടിഞ്ഞ് അവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ദുഷ്കരമാണ്. എനിക്ക് തൊട്ടു മുന്നിലൂടെ രണ്ട് പുഴ ഒഴുകുന്നത് കാണാം. അതിൽ ഒന്നിന്റെ നിറം തെളിഞ്ഞതാണ്, മറ്റൊന്ന് കലങ്ങിയതാണ്. തെളിഞ്ഞ പുഴ മറ്റൊരു മലയിൽ നിന്ന് വരുന്നതാണ്. ആ കലങ്ങിയ പുഴയാണ് ഈ ഉരുൾപൊട്ടലിന് അവിടെ രൂപപ്പെട്ട ഒരു പുഴയായി ഇപ്പോൾ മാറിയത്. അത് രണ്ടും കൂടി ചേർന്ന് വലിയ ജലപ്രവാഹമായി ഇപ്പോൾ താഴേക്ക് പതിക്കുകയാണ്. ഇതിന് താഴെ ഉണ്ടായിരുന്ന സകലതിനെയും ഈ ഒഴുക്ക് നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ താഴെ ഏതാണ്ട് ഇതിന്റെ ഉത്ഭവ കേന്ദ്രം മുതൽ താഴെ ചൂരൽമല വരെ ഏതാണ്ട് 8-9 കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ ഇത് കുത്തി ഒഴുകിയെന്നാണ് പ്രാഥമിക കണക്ക്. അതിന്റെ ഏറ്റവും താഴെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അങ്ങ് ദൂരെയാണ് അതിന്റെ ഉത്ഭവ കേന്ദ്രം. അതിന്റെ സൈഡിൽ മുഴുവൻ മൺകൂനകളാണ്. ആ മൺകൂനകളിലാണ് ഇനി തെരച്ചിൽ നടത്തേണ്ടത്. അതല്ലെങ്കിൽ ആ മൺകൂനകളിൽ ആളുകൾ ഇല്ലെങ്കിൽ അങ്ങ് താഴെ ഇത് ചാലിയാറിലേക്കൊക്കെ ആളുകൾ കൂടുതൽ ഒഴുകിപ്പോയിട്ടുണ്ടാകാമെന്ന ആശങ്കയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ചുഴി പോലെ രൂപപ്പെട്ട ഒരു മൺതിട്ടയാണ്. ഈ മൺതിട്ട ഇവിടെ രൂപപ്പെട്ടു വന്നതാണ്. ഇപ്പോൾ ഈ പുഴ ഒഴുകിയതിന് ശേഷം രൂപപ്പെട്ടു വന്നതാണ്. അതോ അന്ന് ഒഴുക്കിക്കൊണ്ട് വന്ന വലിയ പാറകളും കല്ലുമൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഈ ചുഴി ഇവിടെ രൂപപ്പെട്ടതോടെ ഇവിടെ ധാരാളം കല്ലുകൾ, പാറകൾ, വലിയ മലകൾ അതേപടി ഇവിടെ വന്ന് ഈ സന്നദ്ധ പ്രവർത്തകരെയും നമുക്ക് കാണാം. ദൂരെയും അവിടെയും ഒക്കെ ആ സൈഡിലും ഒക്കെയായി അവരോടൊപ്പമാണ് നമ്മൾ ഇവിടേക്ക് കയറി വന്നത്. ഇവിടേക്കൊരു പ്രോപ്പറായ വഴിയോ ഒന്നും ഇവിടെ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് കടന്നു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉണ്ടായിരുന്ന ഒരു ചെറിയ റോഡാണ് അത് ഇപ്പോൾ റോഡെന്ന് പറയാനില്ലാത്ത അവസ്ഥയിലേക്ക് വെള്ളം ഒഴുകുകയാണ് അതിലെയും. ഇതിന്റെ ഹാഷ്മി SKN ഒരു കാര്യമുള്ളത്, ഇതിന്റെ ഭാഗത്ത് കാണുന്ന ആ തിക്ക് ഫോറസ്റ്റ് പോലെ മരങ്ങൾ നിൽക്കുന്ന സ്ഥലത്തായിരുന്നു ഏറ്റവും അധികം ആനകൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ അപകടത്തിൽ ഒരു കാട്ടാന പോലും അകപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് എന്നോടൊരു പരിസരവാസി അല്പസമയം മുമ്പ് പറഞ്ഞത് ഈ അപകടമുണ്ടായ ദിവസം ഏതാണ്ട് രാത്രിയിൽ ആനകൾ കൂട്ടത്തോടെ ഇവിടെ വലിയ ശബ്ദമുണ്ടാക്കുകയും അത് മുകളിലേക്ക് കയറിപ്പോവുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ഈ അപകട ഭീഷണി ആനകൾക്ക് മനസ്സിലായതുകൊണ്ട് വന്യജീവികൾ ഇവിടെ ഒന്ന് ഒഴിഞ്ഞുപോയി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ മുതൽ ആനകൾ വിഹരിക്കുന്ന ഒരു കേന്ദ്രമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കുന്നിന്റെ മുകൾ ഭാഗം. ഇവിടെ കുറച്ച് താഴെ കാണുന്ന ഒരു തേയില എസ്റ്റേറ്റ് ആണ്. ഞാൻ നേരത്തെ നമ്മൾ നിന്നതിന് തൊട്ടടുത്ത് അവിടെ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത് മുഴുവൻ തൊഴിലാളികളുടെ പാടികളായിരുന്നു. അത് മുഴുവൻ ഒഴുകിപ്പോയി. അതിൽ എത്ര തൊഴിലാളികൾ ഉണ്ടായിരുന്നു, അവരെവിടെയെന്നൊന്നും അറിയില്ല. അതിൽ 6-7 പേര് മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ളവരെ പറ്റി ഒരു വിവരവുമില്ല. അവിടെ ഒരു എസ്റ്റേറ്റ് മാനേജരും അദ്ദേഹത്തിന്റെ ഭാര്യയും 2 കുട്ടികളും ഉണ്ടായിരുന്നു. അവരുടെ ക്വാർട്ടേഴ്സ് അപ്പാടെ ഒഴുകിപ്പോയി. ഹാരിസൺ മലയാളത്തിന്റെ എസ്റ്റേറ്റാണിത്. ആ എസ്റ്റേറ്റ് മാനേജരും ഭാര്യയും അദ്ദേഹത്തിന്റെ 2 കുട്ടികളും ചെറിയ കുട്ടികളാണെന്നാണ് എന്നോട് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. അവർ ഒഴുകിപ്പോയി. അവരെ പറ്റി ഒരു വിവരവുമില്ല. മറ്റൊരു എസ്റ്റേറ്റ് മാനേജർ ഉണ്ടായിരുന്നു, അയാൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ കനത്ത മഴയാണ്, മഴ കഴിഞ്ഞ് വന്നാൽ മതിയെന്ന് ആ എസ്റ്റേറ്റ് മാനേജറോട് ഇവിടെയുള്ള തൊഴിലാളികൾ പറഞ്ഞാണ്. പക്ഷേ അദ്ദേഹം മഴയാണെങ്കിലും വരാം എന്ന് പറഞ്ഞു വന്നതാണ്. അദ്ദേഹം അന്നാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. അദ്ദേഹം ഒഴുക്കിൽപ്പെട്ടു. അദ്ദേഹത്തെ പറ്റിയും വിവരമൊന്നുമില്ല. അങ്ങനെ സമാനതകളില്ലാത്ത നാശനഷ്ടമാണ് നമ്മൾ ഈ കടന്നു വന്ന വഴികളിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു പക്ഷേ പുറത്തു വന്നതിനേക്കാൾ അധികം ആൾനാശം ഉണ്ടായ മേഖലയിലൂടെയാണ് ഞാൻ ഇന്ന് രാവിലെ നടക്കാൻ തുടങ്ങിയത്. നമ്മൾ നിൽക്കുന്ന പ്രദേശം ഒക്കെ ഒരുപക്ഷെ വലിയ മൺകൂമ്പാരമായി മാറിയതിനടിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല. ആളുകൾ ഉണ്ടോ എന്ന് പോലും അറിയില്ല. മുഴുവൻ വലിയ കല്ലുകളാണ്. വലിയ കല്ലുകൾ എന്ന് വെച്ചാൽ പാറകളാണ്. ഈ വഴിയിലൂടെ ഇങ്ങനെ നടന്ന് മുണ്ടക്കൈയിലേക്ക് പോകാൻ പറ്റുന്ന തരത്തിലൊരു താൽക്കാലിക റോഡെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വഴി ആണ് ഇപ്പോൾ സജ്ജമായത്. ചൂരൽമലയിൽ നിന്ന് ഇങ്ങനെ കയറി വന്നത്. നമ്മളും അവരോടൊപ്പമാണ്
ഈ ദുർഘടമാണ് വഴി. ഉരുൾപൊട്ടൽ പ്രഭവ എസ്കേ കേന്ദ്രത്തിൽ നിന്നാണ് വിജയകുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ ISROയുടെ ദൃശ്യങ്ങൾ കാണിച്ചതുപോലെയുള്ള വലിയ പാറക്കെട്ടുകൾ 8 കിലോമീറ്ററോളം ഇങ്ങനെ ഒഴുകി നീങ്ങിയെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന ദൃശ്യങ്ങൾ അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിന് തൊട്ട് താഴെ നമ്മൾ കാണുകയാണ്. ഒരു മേഖല ഒന്നാകെ ഇടിഞ്ഞ് പൊളിഞ്ഞ് പരമനാശം വിതച്ചുകൊണ്ട് ആ ഉരുളിൻ്റെ ഗതി, ആ ഉരുൾ പോയ വഴി നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ആകാശ ദൃശ്യങ്ങളുടെയും അല്ലാതെയും അവിടെ പോയും ഒക്കെ കാണുന്നുണ്ട്. അത് കുറച്ചുകൂടി എവിടനായി കാണുകയാണ് ആ പ്രഭവ കേന്ദ്രത്തിൽ. ഏറ്റവും ഒടുവിൽ വരുന്ന ഏറ്റവും സങ്കടകരമായ കണക്ക് 299 എന്ന മരണം. വിജയകുമാർ, അവിടെ എന്തോ സിഗ്നൽ ചെറിയ പ്രശ്നമുണ്ട്, തുടർന്നോളൂ. നിൽക്കുന്നത് ഈ വീടിന്റെ തറയിലാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വീടിന്റെ അവശിഷ്ടങ്ങൾ എന്ന് തോന്നിക്കുന്ന ചിലത് ഇവിടെയുണ്ട്. അതിന് മുകളിൽ ഒരു വലിയ കൂറ്റൻ പാറ വന്ന് കിടക്കുകയാണ്. അപ്പോൾ ആ വീടിന്റെ അവസ്ഥ എന്തായിരുന്നു? ഈ വലിയ പാറ ഈ ഭാഗത്ത് നിന്ന് എവിടെ നിന്നോ വളരെ ദൂരെ നിന്ന് വന്നതാണ്. അത് എത്ര വലുതാണ്, എത്ര ഭീമാകാരമാണ് ഈ പാറ എന്നറിയാം. ഈ പാറ ഈ വീടിനെ നിശ്ശേഷം തകർത്തിട്ടുണ്ട്. ഇവിടെ ഇനി ഒന്നും അവശേഷിക്കുന്നില്ല. വീട് ആരും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആ വീടിന്റെ തറയിൽ ചവിട്ടിയാണ് നിൽക്കുന്നത്. ഇതിനടിയിൽ എന്താണെന്ന് എനിക്കറിയില്ല. മനുഷ്യ ശരീരം ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇവിടുത്തെ വിജയകുമാർ, ഈ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ സംസാരിക്കാൻ ഒരു ചെറിയ സിഗ്നൽ പ്രശ്നമുണ്ട്. അങ്ങോട്ടേക്ക് എത്തിപ്പെടാനൊക്കെ വലിയ ദുർഘടമായ സാഹചര്യമാണ്. ഒരു വലിയ പാറ കാണിക്കുകയായിരുന്നു വിജയകുമാർ. ആ പാറ ഒരു വീടിന് മുകളിലേക്ക് അങ്ങനെ വന്ന് പതിക്കുകയാണ്. ഓർക്കണം, ഇത് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്നാണ് ഒരേ വേഗതയിൽ ആഞ്ഞു പതിക്കുന്നത്. അത് നമ്മൾ പുഞ്ചിരിമട്ടത്തടക്കം അത്തരത്തിലുള്ള ചില കാഴ്ചകൾ കണ്ടിരുന്നു. വീടുകൾ നാമാവിശേഷമാവുകയാണ്. പുഞ്ചിരിമട്ടത്തെയൊക്കെ വീടുകളില്ല. വീടുകൾക്ക് പകരം അവിടെ താഴെ തറ മാത്രമാണ്. തറ പോലും, അടിത്തറ പോലും ഇളക്കിയ ഒരു പിടി വീടുകൾ അവിടെയുണ്ട്. എന്ന് 500-ഓളം വീടുകളുള്ള മേഖലയിൽ ഇപ്പോൾ ഏതാണ്ട് പൊളിഞ്ഞ അവസ്ഥയിൽ മാത്രം ഉള്ളത് 10-30 വീടുകൾ മാത്രമാണ് എന്ന് പറയുന്നു. ബാക്കിയൊക്കെ അങ്ങനെ ഇല്ലാതായിപ്പോയി. വേറെ ഒരു ക്യാമ്പിലുള്ള ഒരു ചേച്ചി പറയുന്നത് കേട്ടത്, ആദ്യം ഒരു ഉരുൾപൊട്ടലുണ്ടായി, അതിൽ രക്ഷാദൗത്യത്തിന് ആളുകൾ ഇറങ്ങി, കുറേയധികം ആളുകളെ സേഫാക്കി. അവിടെ അങ്ങനെ ആ മേഖലയിലുള്ളവരെ തന്നെ എവിടെയെങ്കിലും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ നിൽക്കുന്ന സമയത്താണ് അടുത്ത രണ്ടാം ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതും. ആ രക്ഷാദൗത്യത്തിൽ പങ്കെടുത്തിരുന്നവരെ ആദ്യ ഉരുൾപൊട്ടലിൽ അവിടെ കിട്ടാവുന്ന ബിൽഡിങ്ങുകളുടെ ഒക്കെ മുകളിൽ കയറി നിന്നവരെ ഒക്കെ എടുത്തുകൊണ്ട് ആ ഉരുൾ അങ്ങനെ ഒഴുകുമ്പോൾ പിന്നീട് മൂന്നാമത് ഉരുൾപൊട്ടൽ കൂടി ഉണ്ടായി എന്നും പറയുന്നുണ്ട്. എന്തായാലും ഉരുൾ വിതച്ച ഉരുൾപൊട്ടൽ ഇത്രത്തോളം നാശം വിതയ്ക്കാൻ കഴിയുമോ എന്ന് നമുക്ക് അത്ഭുതം തോന്നുന്ന രീതിയിൽ എത്രത്തോളം മാരക പ്രഹരശേഷിയാണ് ഈ ഉരുൾപൊട്ടൽ എന്നറിയുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. കണ്ണീരുണങ്ങാതെ വയനാട് എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ യാതൊരു ആലങ്കാരികതയുമില്ലാതെ അങ്ങനെ തന്നെ ശരിയാണ്. നമ്മൾ ദുരന്തമുഖങ്ങൾ പോകുമ്പോൾ, ക്യാമ്പുകൾ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലിൽ ആളുകൾ മരിച്ച ഒരു രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ മഹാദുരന്തമായി അത് പരിണമിക്കുകയുമാണ്.